പേളിമാണി മറീന ഇഷ്യൂ കല്യാണത്തിനൊക്കെ വിളിച്ചു. ഞാൻ കല്യാണത്തിനൊക്കെ പോയി. ഈ ചാനലിലുള്ളവരല്ലേ പറഞ്ഞത്, അല്ലാതെ പേളിമണി അല്ലല്ലോ. എനിക്കവരെ പേഴ്സണലി അവരെ തേജോവധം ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. 2017 നടന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. പിന്നെ ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളണ്ട, അവർ പുള്ളിക്കാരി ഉദ്ദേശിച്ച മെറീന എവിടെയാണത് കൊള്ളിക്കണമെന്ന് പുള്ളിക്കാരി ആക്ട്രസ് ഒന്നും അല്ല, ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഒന്നും അല്ല അവര്. ശരി, ഇത് പറഞ്ഞത് പേളിമണിയൊന്നും അല്ല. എന്നുവെച്ചാൽ ഇവര് കേട്ടിട്ടില്ല അവളുടെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവും. ഞാൻ പോവില്ല എന്നത് ഇതൊന്നും എനിക്ക് കൺവിൻസിങ് അല്ല. ഇതൊക്കെ ഫേക്ക് ആണെന്ന് ഇവർ, നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ചിരിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മോശമാണ്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പേളിമാണി മറീന ഇഷ്യൂ ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 2-3 ദിവസമായി. അപ്പം ഞാൻ ഇച്ചിരി താമസിച്ചാണ് ഇത് ചെയ്യുന്നത്. ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം ഒത്തിരി പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ചില കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കാണുമ്പോഴേക്കും പറയണമെന്ന് തോന്നിയുകൊണ്ട് കഷ്ടപ്പെട്ട്. സത്യം പറഞ്ഞെങ്കിൽ റിയാക്ഷൻ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. എന്നാലും എനിക്ക് ഞാൻ പറയണം തോന്നിയതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഈ വിഷയം എന്താണെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും അറിയാം എന്നാ വിഷയം എന്നുള്ളത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ചുരുക്കി പെട്ടെന്ന് പറയാം. നമ്മുടെ ഈ മെറീന എന്ന് പറയുന്ന ആക്ട്രസ് ആണ് ഇപ്പം ഈ ഒരു വിവാദമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരിക്ക് പണ്ട് നടന്ന 2017 നടന്ന ഒരു അനുഭവത്തെ പറ്റി പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നതാണ്. അതായത് ഇതുപോലൊരു പ്രോഗ്രാമിൽ പുള്ളിക്കാരിയെ ഇതുപോലെ ഗസ്റ്റായിട്ട് വിളിച്ചു, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ അത് ആങ്കർ ചെയ്തിരുന്ന ആൾ പറഞ്ഞു, എനിക്ക് മെറീന എന്ന് പറയുന്ന കുട്ടിയെ ആങ്കർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്ന് മാറുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞത് അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി എന്നാണ് ഈ മെറീന പറയുന്നത്. അപ്പോൾ ഈ ആങ്കർ ചെയ്ത അല്ലെങ്കിൽ ഈ ആങ്കറായിട്ടുള്ള ആൾ തന്നെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ ഇനിയിപ്പോൾ അവർ ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നൊക്കെയാണ് ഈ മെറീന പറയുന്നത്. അപ്പം മെറീന പറയുന്നത് വെച്ചിട്ട് ആളുകൾ നോക്കുമ്പോൾ അത് ഓഫ് കോഴ്സ് പേളിമണിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പം ഫേസും ഏകദേശം ഇപ്പം മോട്ടിവേഷണൽ സ്പീക്കറാണ്, അവരിപ്പോൾ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറയുമ്പം നമുക്ക് സ്വാഭാവികമാണ്. ഒന്നാമത് പേര് പറയുന്നില്ല, നമുക്ക് പേര് പറയാതെ വരുമ്പം സ്വാഭാവികമായിട്ട് നമുക്ക് സംശയമുള്ള ആളുകളിലേക്കൊക്കെ നമ്മൾ വിരൽ ചൂണ്ടും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കുറേ തമ്മനയിലൊക്കെ വെച്ചിട്ട് പേളിമാണിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവം അങ്ങ് തീ പിടിച്ചു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളണ്ട, അവർ പുള്ളിക്കാരി ഉദ്ദേശിച്ച മെറീന എവിടെയാണത് കൊള്ളിക്കണമെന്ന് പുള്ളിക്കാരി അത് ആലോചിച്ചത് അവിടെ തന്നെ സാധനം കൊണ്ടു. അതിന് വിശദീകരണമായിട്ട് ഇപ്പോൾ പേളിമാണി വന്നിട്ടുണ്ട്, രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മെറീന അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം ഇതിങ്ങനെ ഇത്രയും വിവാദമായി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വേറൊരു ഇൻ്റർവ്യൂവിൽ അതിൻ്റെ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ ആൾ പേളിമാണിയാണോ, നിങ്ങൾ ഉദ്ദേശിച്ച ആൾ പേളിമാണിയാണോ എന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ മെറീനോട് ചോദിക്കുന്നുണ്ട്. അപ്പം മെറീന പറയുന്നുണ്ട്, അത് ഞാൻ പറയില്ല, പക്ഷെ അത് അവർക്ക് ഞാൻ ഉദ്ദേശിച്ച ആൾ ആരാണെന്നുള്ളത് ആ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലായെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നണം, അവരങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തതിൽ അവർക്കൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ അവർക്ക് വേറെ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല എന്നുള്ള രീതിയിൽ മെറീന രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇതിന് പേളിമാണി കൊടുത്ത ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഷോ റിലേറ്റഡ് ആയിട്ട് 2017 ഇവർ ചെയ്തൊരു പ്രോഗ്രാമിൻ്റെ ഷോ റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് കുറച്ച് പേയ്മെൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ഇവരെ ആ പ്രോഗ്രാമിൽ നിന്ന് മാറ്റുകയും പിന്നീട് വേറൊരാളെ അതിലേക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഷോയിൽ നിന്ന് വിഡ്രോ ചെയ്തതെന്നും ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പേളിമാണി പറയുന്നുണ്ട്. അത് അല്ലെങ്കിൽ മെറീനയെ ആങ്കർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല അവർ മാറിയതെന്നും അത് മെറീന തെറ്റിദ്ധരിച്ചതാണെന്നുള്ള രീതിയിൽ ഇവരതിൻ്റെ വിശദീകരണം വ്യക്തമായിട്ട് പേളിമാണി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെറീന എന്ന് പറയുന്ന ആക്ട്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആർക്കും അറിയുന്ന ഒരു വലിയൊരു
ആക്ട്രസ് ഒന്നും അല്ല, ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഒന്നും അല്ല അവർ എനിക്കൊന്നും ഒരു അറ്റൻഷന് വേണ്ടിയിട്ടും ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ താല്പര്യമില്ല, അവരെ വേറൊരു രീതിയിലും തേജോവധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരാൾ പിന്നെന്തിനാണ് പറയുന്നത് എനിക്ക് പണ്ട് എപ്പോഴോ 2017 അത്രയും വർഷം മുമ്പ് ഉണ്ടായൊരു വിഷയം, അത് ഓൾറെഡി അവിടെ കഴിഞ്ഞതാണ്. അത് പിന്നെ ഇപ്പം എടുത്തുകൊണ്ട് വന്ന് അതൊരു വലിയൊരു വിവാദം ഉണ്ടാക്കി അവരിപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് നടക്കുന്നു, അവരുടെ മോട്ടിവേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു എന്നൊക്കെ ഈ മെറീന പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അത്രയും ഒരു പരിഹാസ രീതിയിൽ അത് അവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരിൽ ഒരു അറ്റൻഷൻ ഇവർക്ക് കിട്ടാനാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അവര് പള്ളിമാണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് അല്ലേ. അവരെല്ലാ രീതിയിലും ഒരുപക്ഷെ ഫാമിലി പരമായിട്ടാണെങ്കിലും അവരുടെ കരിയർ വൈസ് ആണെങ്കിലും ഒക്കെ അവർ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം അവരുടെ നേരെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ചർച്ചയാവും അല്ലേ, എല്ലായിടത്തും ഒരു ചർച്ചയാവും. അപ്പം അതിൻ്റെ പേരിൽ കുറേ എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ അത് അവർക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നി. കാരണം ഇത്രയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിങ്ങനെ പറഞ്ഞൊന്നും ആക്കേണ്ട ഒരാവശ്യമില്ല. പ്രൊഫഷണൽ ജലസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രൊഫഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കരിയർ കൊണ്ട് തന്നെയാണ് നമ്മളത് കാണിക്കേണ്ടത്. അല്ല നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് അങ്ങനെ ഹേർട്ടായി എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇപ്പം വന്ന് പറഞ്ഞതിന് അതൊരു വലിയ തീ പിടിപ്പിച്ചൊരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞത് പേളിമണിയൊന്നും അല്ല. എന്നുവെച്ചാൽ ഇവർ കേട്ടിട്ടില്ല പേളിമണി എനിക്ക് ഈ ആള് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഇവർ നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഏതോ ഷോയിലുള്ള ഏതോ ആൾക്കാർ, ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഏതോ ആൾക്കാർ ഈ മെറീൻ്റെ അടുത്ത് പറയുന്നതാണ് ഈ പേളിമണി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പം അതിന് അടിസ്ഥാനപരമായിട്ട് യാതൊരുവിധ തെളിവോ കാര്യങ്ങളോ ഇല്ല. ആരൊക്കെയോ പറഞ്ഞു, ഇവരിതൊക്കെ കേട്ടു, ഇവരിതിപ്പോൾ പറയുന്നു, ഇതാണ് സംഭവം. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറഞ്ഞൊരു വിവാദം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഇത് നടക്കുന്നത് ഒരു 2017 സമയത്താണ്. അപ്പം 2017 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേളിമണി അത്രയ്ക്കൊന്നും ഒരു വലിയൊരു നിലയിലേക്കൊന്നും വന്നിട്ടില്ല. ഇപ്പം നമ്മൾ കാണുന്ന പോലത്തെ ഒരു പോപ്പുലാരിറ്റി ഒന്നും ആ സമയത്ത് വന്നിട്ടില്ല. അപ്പം ആ ഒരു സമയത്ത് ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വേണ്ട, അല്ലെങ്കിൽ ഈ ഷോയുടെ പ്രൊഡ്യൂസേഴ്സൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആക്ടേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂസിനൊക്കെ അവരാണ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇതാണ്. അപ്പം ആ സമയത്ത് വളർന്നു വരുന്ന ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു ആങ്കർ എന്ന നിലയിൽ പേളിമാണിക്ക് അവിടെ അത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ ആളെ ഇൻ്റർവ്യൂ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിത് മാറുവാണെന്ന് പറയേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മേ ബി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് പേളിമണി പറയുന്നതിനോട് എനിക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യത തോന്നുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പേളിമണി ഇങ്ങനെ ചെയ്തു, അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി, അവർക്ക് വലിയ വിഷമമായി, അവരിപ്പോഴും ഇതൊക്കെ വിഷമിച്ച് നടക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഈ ഓൾറെഡി ഇവർ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ നേരിട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹത്തിലാണ് പേളിമണി ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഓൾറെഡി പേളിയുടെ കല്യാണം ഇവരെ ക്ഷണിക്കുകയും ചെയ്തു, കല്യാണം ക്ഷണിച്ചു, ഇവരതിന് പോവുകയും ചെയ്തു, ഇവരതിന് പോയി, ഇവർ സഹകരിച്ചു, തിരിച്ചു പോന്നു. അപ്പം ഇത്രയും നമ്മളെ ഇത്രയും വളരെ മോശമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്ത ഒരാളുടെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവും? ഞാൻ പോവില്ല. അപ്പം അവർ അതിൽ പോയി സഹകരിച്ചു, എല്ലാം കഴിഞ്ഞു. ഇവരിപ്പോഴും നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, സംസാരമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വന്നിരുന്നിട്ട് ഇവരിങ്ങനെ എന്തിനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ കാണുമ്പം സ്നേഹമുണ്ട്, പേളി സ്നേഹം കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ഇവർ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ചർച്ച ഉണ്ടായപ്പം അങ്ങോട്ട് വിളിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് വിളിച്ചവരുടെ വിശദീകരണം അവർ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പേളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഇതൊന്നും എനിക്ക് കൺവിൻസിങ് അല്ല, ഇതൊക്കെ ഫേക്ക് ആണെന്ന് ഇവർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അത് എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനൊരു ഹേർട്ടുണ്ട്, അപ്പോൾ അത് വിളിച്ചൊരു വിശദീകരണം പറയുമ്പോഴെങ്കിലും ഓക്കെ നമുക്കത് വിടാം, ആ ഒരു വിഷയം വിടാം എന്തെങ്കിലും നമ്മൾ ചിന്തിക്കാതെ വീണ്ടും ഇവരൊരു വോയിസ് നോട്ട് പിന്നെ ഇടുകയാണ്. അപ്പോൾ ആ വോയിസ് നോട്ടിൽ തന്നെ ഇവർ പറയുന്നുണ്ട് എനിക്ക് പേളിമണിനെ വേറൊരു രീതിയിലും മറ്റുള്ളവരിലേക്ക് ചിത്രീകരിക്കാൻ എനിക്ക് താല്പര്യമില്ല,
എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവരെ അങ്ങനെ ഒരു ഇതിലും തേജോവധം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഇവർ ഇതിനെല്ലാം ശേഷം ഉണ്ടായ ഈ വോയിസ് ക്ലിപ്പ് ഇവർ പബ്ലിക് ആക്കുന്നുണ്ട്. പിന്നീട് വന്ന ഈ മെറീനയുടെ വോയിസ് ക്ലിപ്പ് ഇവർ പബ്ലിക് ആക്കും. പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പേഴ്സണൽ ജലസി ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ അത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേളിമാണി ഇത് ചെയ്യില്ല. അതായത് ഇവർ വരുന്ന ഒരു പ്രോഗ്രാം, ഇവർ ഗസ്റ്റായി വരുന്നൊരു പ്രോഗ്രാം ഞാൻ ആങ്കർ ചെയ്യില്ല എന്ന് പേളിമാണി പറയാനുണ്ടായ കാരണം ഈ പ്രോഗ്രാമിലുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്തോ ഒരു ഫിലിമിലോ മറ്റോ അഭിനയിക്കാനായിട്ടും വിളിച്ചിരുന്നത് അവർ നിശ്ചയിച്ചിരുന്ന ആൾ പേളിമണിയായിരുന്നു. പിന്നീട് അവർ ലാസ്റ്റ് മിനിറ്റ് അത് മാറ്റിയിട്ട് മെറീനെ ആക്കുകയാണ് ചെയ്തതെന്നും അപ്പം അതിൻ്റെ ഒരു ജൽസിയാണ് പേളിമണിക്ക് മെറീനയോട് എന്നാണ് മെറീന പറയുന്നത്. അപ്പം അതിൻ്റെ ബേസിലാണ് തന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ പേളിമണി അന്ന് തയ്യാറാകാതിരുന്നത് എന്നുമാണ് ഈ മെറീന പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് അങ്ങനെ പറഞ്ഞു, അത് അവിടെ തീർന്നു. പിന്നീട് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പിന്നെ പേളി ലാസ്റ്റോ മറ്റോ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഈ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി മോശമാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും നമുക്ക് അതിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാവും. അതെന്താണെങ്കിലും കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ കരിയറിലുള്ളതാണ്. നമ്മളെപ്പോഴും സക്സസ് ആയിട്ട് തന്നെ നിൽക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും പേളി ഇതിനൊരു വിശദീകരണം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേയ്മെൻറ്റ് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നത്, അല്ലാതെ വേറെ നിങ്ങളോട് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല എന്നുള്ള കാര്യങ്ങൾ ഇവരെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ മെറീനയ്ക്ക് കൺവിൻസിങ് ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്കിനി ഒരു ബുദ്ധിമുട്ട് ഞാൻ കാരണം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ മെറീന പറയുന്നുണ്ട്. ലാസ്റ്റ് വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു വിഷയം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇപ്പം എന്നെ പോലുള്ള യൂട്യൂബുകാരൊക്കെ ഇനി റിയാക്ട് ചെയ്ത് കുറച്ച് ആളോടൊക്കെ 2-3 ദിവസം കൂടി കാണുമായിരിക്കും. അത് കഴിയുമ്പോൾ അതും തീരും, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ പേളി കുറെ കൂടെ ഒക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഒരാൾ പറയുമ്പോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം അതിനൊക്കെ പ്രതികരിച്ചാൽ മതി. അല്ലാതെ അതിന് ഒരു പ്രതികരണം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. നമ്മളിതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പിന്നെ അതിനെ പിടിച്ച് പിന്നെ നമ്മൾ അതിന് പിന്നെ വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിലും നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ചിരിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സോ അതായത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറേ ആളുകൾ ഇതിൻ്റെ താഴെ വന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറയും. പക്ഷേ തീർച്ചയായിട്ടും ഇത് ആ ചാനലിലുള്ള ആളുകൾ പറഞ്ഞത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ മെറീനയ്ക്ക് ഉണ്ടായ ആ ഹേർട്ട് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ആർക്കുണ്ടായാലും ഒരു വിഷമമുള്ള കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നൊരാൾ നമ്മളെ അടുത്ത് വന്ന് പറയുന്നെങ്കിൽ പിന്നെ നമ്മൾ ആ വിഷയം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി വഷളാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും എൻ്റെ ഒരു ഇതിൽ തോന്നുന്നത് ഇതൊന്നും നമ്മൾ പറഞ്ഞ് വലിയ ഇതാവേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ബാക്കി ഇനി ബാലൻസ് ആയിട്ട് ഇനി എന്തെങ്കിലും ഇനി മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കിനി നോക്കിക്കാണാം എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഇതായിട്ട് ആക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് വരുന്ന ചെറിയ ചെറിയ എന്താ പറയുക ജലസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ തോന്നുന്നു. അതെത്രത്തോളം എന്താ പറയുക ഇത് മറ്റുള്ള പബ്ലിക്കിലേക്ക് നമ്മൾ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുമ്പം നമ്മളിതിനൊക്കെ കുറേ വിശദീകരണങ്ങളും ഇതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ വരും. അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.